ദുഗുന്റെ ഒരു എന്താ പറയാ ഇന്നത്തെ ഒരു മേക്കപ്പ് റൊട്ടീൻ അല്ലേ, അതാണ് വീഡിയോ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇതാ ഹിന്ദു ഇവിടെ എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട് ഉറക്കച്ചടവോട് കൂടിയിട്ട്. കണ്ട ഒരുത്തൻ പുതപ്പങ്ങ് മൂടിയിട്ട്. ദുർഗമോള് പിന്നെ രാവിലെ എഴുന്നേറ്റ് കേട്ടാ. എന്നോട് പറഞ്ഞു അമ്മ എന്നെ 5 മണിക്ക് വിളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 5 മണിക്കൊന്നും വിളിക്കാൻ പറ്റൂല മോളെ, അമ്മ പോലും 5 മണിക്ക് എണീക്കൂല, അമ്മ വേണമെങ്കിൽ മോളെ 6 മണിക്ക് വിളിക്കുക എന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു 5:55 ആയപ്പോ ദുർഗനെ ഞാൻ വിളിച്ച് എഴുന്നേറ്റ് താഴത്ത് നേരത്തെ പോയി. അപ്പൊ കാരണം എന്താന്നല്ലേ, കാരണം ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, ദുർഗമോളെ ഇന്നലത്തെ ഇതെല്ലാം കണ്ടപ്പോഴില്ലേ, ഒരുക്കങ്ങളെല്ലാം കണ്ടപ്പം ഇന്നലത്തെ രാത്രിയിലത്തെ ഒരുക്കങ്ങളെല്ലാം കണ്ടപ്പോ എനിക്ക് ശരിക്ക് ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലെല്ലാം പഠിക്കുന്ന എന്നെ ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ ആ പാട്ടും പാടി. ഓപ്പ പാടൊന്ന് പാട്, ആ പാട്ടൊന്ന് പാട്. ആ പാട്ടൊന്ന്. അതെ, എന്നിലെ എന്നെ കണ്ടു ഞാൻ നിന്നിൽ എന്നാണ് എനിക്ക് ഓർമ്മ വന്നത്. ശരിക്കും പറഞ്ഞാ ഞാൻ തന്നെ വേറെ ഞാൻ എവിടെയും പോയിട്ടില്ല. ഞാൻ എൻ്റെ മുകളിലുണ്ട് എന്ന് എനിക്ക് ഇന്നലെ മനസ്സിലായി. കാരണം എന്താന്നല്ലേ, ഇന്നലെ രാത്രി നമ്മൾ അങ്ങനെയാന്നല്ല. കാര്യം എന്താന്ന് ഞാൻ പറഞ്ഞില്ല അല്ലെ. ദുർഗന്റെ സ്കൂളില്, ദുഗുവിന്റെ മാത്രല്ല ദുഗുവിന്റെ ഇന്ദ്രുവിന്റെ സ്കൂളില് പ്രോഗ്രാമാണ് കേട്ടാ. അവരെ സ്കൂളിലെ പ്രോഗ്രാമാണ് ഇന്ന്, ഓണത്തിന്റെ സെലിബ്രേഷൻ. അപ്പൊ അറിയാലോ എല്ലാവർക്കും, ഓണം സെലിബ്രേഷൻ വരുമ്പോ കളർ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് സ്കൂളിൽ പോവാ. നമുക്ക് പക്ഷെ കളർ ഡ്രസ്സ് ഇട്ടിട്ട് അന്ന് നാളിൽ പോവാൻ വേണ്ടി പറ്റൂലായിരുന്നു. പക്ഷെ അന്നൊരു പ്രത്യേക തരം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ, മുടിയെല്ലാം ഇങ്ങനെ ചെറുങ്ങനെ മടഞ്ഞെല്ലാം ഇടല്. ഞാൻ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും മുടി അങ്ങനെ മടഞ്ഞിടും കേട്ടാ. അങ്ങനെയെല്ലാം മടഞ്ഞിട്ട് നടന്നിട്ടെല്ലാം അന്ന് ഓപ്പന്റെ മുടി കണ്ടിട്ട് എന്നാ ലവ് ആക്കിയത്. അപ്പൊ ആ മുടിയെല്ലാം ഞാൻ ഇന്നലെ മടഞ്ഞ്. ദുഗുന് ശരിക്കും പറഞ്ഞാൽ അറിയില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ദുഗു മുടിക്ക് നല്ല തിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെറുങ്ങനെ മടഞ്ഞിട്ടാ മതി, അമ്മ പണ്ട് അങ്ങനെയാ ചെയ്യല് എന്ന് പറഞ്ഞപ്പോഴേക്കും ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. എന്നാ അമ്മ ചെയ്തുകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും ദുഗുവും കൂടി ഇന്നലെ മുടിയെല്ലാം ചെറുതായിട്ട് മടഞ്ഞിട്ട് ഇനിയിപ്പൊ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ചെരുപ്പെല്ലാം കഴുകി വെച്ച് കുളിക്കാൻ വേണ്ടി കേറിയിട്ടുണ്ട്. ഇന്ദ്രു ഇതാ ഇവിടെ പിന്നെ വിളിച്ച് അത് കുത്തിപ്പൊക്കണം ഞാൻ. അതെല്ലേ, അപ്പൊ വാ, എഴുന്നേക്ക് വാ. ഞാൻ താഴത്ത് ചായക്കടിയാക്കാൻ വേണ്ടി കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പൊ ചിക്കനും പിന്നെ നൈസ് പത്തിരി ഇല്ലേ, നൈസ് പത്തിരി ഞാനാക്കി നൈസാവൂല, ഒരു പത്തിരി ആക്കാന്ന് വിചാരിച്ച്. അപ്പൊ എന്തായാലും താഴത്തേക്ക് പോട്ടെ ഏട്ടാ. വാ ഓപ്പേ, ഇത് കയറി ഒക്കത്തിരുന്ന്. അമ്മേ ദുഷ്ട. അപ്പൊ എന്തായാലും ഞാൻ താഴത്തേക്ക് പോട്ടേട്ടാ. ഇതാ ചിക്കൻ കറി ആക്കാൻ വേണ്ടി ഇവിടെ ഉള്ളിയും പച്ചമുളകെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അടിച്ച് വെച്ചിട്ടുണ്ട്. തക്കാളി മുറിക്കണം. ചിക്കൻ ഇതാ ഇവിടെ ഉണ്ട്. പിന്നെ ഇതാ പത്തിരിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട്. ചട്ടി ഇവിടെ ചൂടാവുന്നുണ്ട്. കുറേ വർത്താനം പറയാനൊന്നും സമയമില്ല. അപ്പൊ ഞാൻ ഇത് വേഗം എന്തായാലും ആക്കട്ടെ. അവിടെ ശബ്ദം കേൾക്കുന്നത് വിഷയത്തിൽ നമ്മൾ തുണിയിട്ടിട്ടുണ്ട് കേട്ടോ, അതിൻ്റെതാണ്. അപ്പൊ ഇതാ ഒരാള് കണ്ട എണീച്ച് വന്നിട്ട് അവിടെ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. ഇനി ഒന്ന് എഴുന്നേൽപ്പിച്ച് എല്ലാം റെഡിയാക്കട്ടെ. ഓപ്പ് എഴുന്നേക്കാത്തോണ്ട് ഫുൾ വ്ളോഗ് കിട്ടാൻ ചാൻസ് ഇല്ല. ഓപ്പ് എണീച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ ഞാൻ ഇതെല്ലാം ആക്കുന്നത് എടുക്കാം. അപ്പൊ ഞാൻ എന്തായാലും ഇതെല്ലാം ഒന്ന് ആക്കട്ടെ. എന്നിട്ട് മക്കളെല്ലാം റെഡിയാകുന്നതിന് മുന്നായിട്ട് റെഡിയായിട്ട് വീഡിയോ എടുക്കാം കേട്ടാ. ഇതാ അമ്മ അവിടെ നിന്ന് തേങ്ങ വിളിക്കുന്നുണ്ട്. അമ്മേനോട് ഒരു തേങ്ങ വിളിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതായിരുന്നു. ചിക്കൻ കറിയിൽ ലേശം തേങ്ങാപ്പാൽ ഒഴിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ചിക്കൻ കറീൻ്റെ റെസിപ്പിയെല്ലാം നമ്മൾ എപ്പോഴും ഇവിടെ കാണിക്കുന്നതല്ലേ, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും അതിനെക്കുറിച്ചൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ ഒരാളുടെ മേക്കപ്പ് ഒക്കെ തുടങ്ങിയാ. ഇതെന്തൊക്കെയാണ് വാരിയിടുന്നത്? സൺസ്ക്രീൻ. അപ്പൊ ദുഗുന്റെ ഒരു എന്താ പറയാ ഇന്നത്തെ ഒരു മേക്കപ്പ് റൊട്ടീൻ അല്ലേ, അതാണ് വീഡിയോ. ദുർഗമോളുടെ മേക്കപ്പ് റൊട്ടീൻ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ആദ്യം തന്നെ ദുർഗ എന്താ ചെയ്യാൻ പോകുന്നത് ഇട്ടാ? ഏതാ മോയ്സ്ചറൈസർ കാണിച്ചേ? ദുർഗ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഇതാണ് കേട്ടാ. ഹൈഡ്ര എന്നാണ് ഇതിന്റെ പേര്, ഹൈഡ്രല്ലോ. ഇത് കുട്ടികൾക്കായിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ. അപ്പൊ ഈ ഒരു സംഭവം ആണ് ഇവര് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഇട്ടതിന് ശേഷം കാണിക്കേ. പിന്നെ എന്താ ഇട്ടത്? പിന്നെ ഫൗണ്ടേഷൻ, ഇതെന്താ സാധനം? ഇത് സൺസ്ക്രീൻ. കാണട്ടെ, അതേതാ കാണിക്കേ.
ഇതും കുട്ടികളുടെ ഇത് നല്ലൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് ഇതിന്റെ പരസ്യമൊന്നും അല്ല കേട്ടോ സത്യമായിട്ട്. പിന്നെ ഇന്ദ്രുവിനും ദുർഗക്കും വേണ്ടി ഇന്ദ്രു നമ്മുടെ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഔട്ട്ഡോറും ഉള്ള സമയത്തൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ എഴുതി തന്നതാണ്. പക്ഷെ ഇത് നല്ല വിലയുണ്ട് കേട്ടോ. അത് ഇത് കുറേ അന്വേഷിച്ച് കിടന്നു. പക്ഷെ നല്ല സൺസ്ക്രീൻ. ഇതിൻ്റെ പേര് നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ, അടിപൊളിയാണ്. അപ്പം അതിട്ടു. അതിനുശേഷം ഫൗണ്ടേഷൻ. അപ്പം ഈ രണ്ടും കിഡ്സിൻ്റെതാണ് കേട്ടോ. ഓ ഞാൻ കിടന്നിട്ട് ഇതൊന്നും ഇതാക്കിയിട്ടില്ല, കുട്ടികളതാണ് രണ്ടും. പിന്നെ ഫൗണ്ടേഷൻ കണ്ടേ. ഫൗണ്ടേഷൻ ഏതാ? ഫേസ് സ്കാനറിന്റെ ഫൗണ്ടേഷൻ. സൺസ്ക്രീനൊക്കെ ഇട്ടതിന് ശേഷം കേട്ടോ. അതാവുമ്പോ സ്കിന്നിൽ അത്ര ഫിറ്റ് ചെയ്യില്ല. മുടി സെറ്റ് ആയിട്ടില്ല അല്ലെ? ഇന്നലെ അമ്മ കെട്ടിയ പോലെ തന്നെ അല്ലേ? അമ്മ കെട്ടിയിട്ട് ഇപ്പൊ മറ്റേ ഇവരെ പോലെ ഉണ്ടല്ലോ ആഫ്രിക്കയിലെ അല്ല ആഫ്രിക്കയിലെ. അപ്പൊ ദുർഗന്റെ അടുത്ത് നമുക്ക് നോക്കാം എന്താ പറ്റണേന്ന്. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോ ഫൈനൽ ലുക്ക് കണ്ടേ? അതിനുള്ളില് അമ്മേന്റെ മേക്കപ്പ് കിറ്റ് എല്ലാം ആയിരിക്കൂലേ? എല്ലാം എടുത്തിട്ട് വെറുതെ പറയുന്നല്ലോ, ഉള്ളത് തന്നെയല്ലേ. അല്ല എന്താ ജിയാരി മോക്കുന്നതാ? എനിക്ക് അമ്മക്ക് അതേതാ കമ്പനി? അത് ലൈക്ക് മിയാ? നല്ല കമ്പനി ആയിരിക്കും ജിയാൻഡി ആണത്. ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലേ? സ്കൈവി കാണിച്ചേ. അമ്പ ദുഗു അങ്ങനെ എല്ലാ ദിവസവും മേക്കപ്പും കാര്യങ്ങളൊന്നും ഇടില്ല കേട്ടോ. ഇന്ന് ഓണം ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഈ സൺസ്ക്രീൻ മോയ്സ്ചറൈസറും മാത്രം ഉപയോഗിക്കുള്ളൂ. ദുഗു ഇന്നിപ്പോ മേക്കപ്പ് ഒക്കെ ചെയ്ത് പണിയാവല്ലോ. ഇങ്ങോട്ട് കാണിച്ച മോങ്ങച്ച. അല്ല ഇപ്പൊ ചെക്കന്മാരൊക്കെ ദുഗുന്റെ പുറകെയാവോ? ബോയ്സ് ഒക്കെ അയ്യോ ഇന്ന് ഷൈനപ്പ് തന്നെ സ്കൂളില്. നമ്മളെ സ്കൂളിൽ പോകാത്തല്ലേ, നമുക്കറിയില്ലല്ലോ. ഇന്ന് ഫുൾ ഷൈനപ്പായിരിക്കും. എല്ലാരും കൂടി ചേർന്ന് അങ്ങോട്ട് നടത്താം ഇങ്ങോട്ട് നടത്താം. അവിടെ നിന്ന് എടി അതെടുക്കാൻ പോവാടി, ഇതെടുക്കാൻ പോവാടി, എടി തന്നെ നീ വാ താഴെ വാടി. അങ്ങനെ ഉണ്ടാവും. നീ താഴോട്ട് പറഞ്ഞി ഞാൻ അവിടെ കമരുത് അങ്ങോട്ട്. അങ്ങോട്ട് ഓടി, അതിന്റെ പുറകെ ഓടി, ഇങ്ങോട്ട് ഓടി. അപ്പൊ രണ്ട് ചേക്കന്മാരോട് ഇപ്പൊ ഉണ്ടാവും. ഒരു മുമ്പിൽ ഷൈനപ്പാക്കി അയില് ഓടി ഇതില് ഓടി. നമുക്കറിയാലോ ഇത്. ഞാൻ ഇത് വിരിച്ചിട്ട് കഴിച്ചാൽ എനിക്ക് എന്നെ കൊല്ലും. ഇനി വിരിച്ചിട്ടില്ല എന്ന് പറയണ്ടേ? ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചാൽ സൂപ്പർ ആക്കിയിട്ട്. ഞാൻ ഇതെങ്ങനെ എത്ര സൂപ്പർ ആക്കി വെച്ചിട്ടും കാര്യമില്ല. അവളൊന്നാ പറയും ഇതെങ്ങനെ വിരിച്ചിട്ടാണ് ഇങ്ങനെ വിരിച്ചത്, അവിടെ ചുളിവുണ്ട് ഇവിടെ ചുളിവുണ്ട് എന്നിട്ട് അവൾ വീണ്ടും വിരിക്കും. സൈക്കോന്ന് അല്ലേ ഇതൊക്കെ ആന്ന്. പിന്നെ അതെന്താ ഇതൊക്കെ അവസാനമായിട്ട് ചോപ്പിച്ചാ കവളൊക്കെ ചോപ്പിച്ചാ? നിന്റെ ചുവന്ന ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെന്തിങ്ങനെ വളഞ്ഞിക്കണം, നേരെ നിക്കണം കേട്ടാ. വളഞ്ഞു പോലെ പുറകെ ഇങ്ങനെ വളഞ്ഞു പോകും. മൊത്തത്തിലൊരു വളവായി പോണ്ട അവസാനം. മൊത്തത്തിലൊരു കളർഫുൾ ഡേ അല്ലേ? എൻജോയ് ചെയ്യും, പൊളിക്ക്. ഇതൊക്കെ നമുക്ക് നാളെ ഓർത്തിരിക്കാൻ ഉണ്ടാവുള്ളൂ. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതൊക്കെ ഈ ഒരു സമയം എന്നും അടിപൊളിയാക്കുക. പൊളിക്ക്. എന്നാ ഒരുങ്ങിയിട്ട് താഴോട്ടോ. അച്ഛ താഴെ ഉണ്ടാവും കേട്ടാ. ഇട്ട് കാണാേ. നീ എന്താ ചെയ്യുന്നേ? അയ്യോ വീഡിയോ എടുക്കുമ്പോ ഈ ലൈറ്റും കൂടി ഉണ്ടായിരുന്നല്ലേ. ഞാനിപ്പോ ഇട്ടതാണത്. ഇരുട്ടത്തായിരിക്കുമല്ലോ നിന്റെ വീഡിയോ എല്ലാം. നീ എന്താ പരിപാടി? എന്തത്? ചിക്കൻ കറി. പുതിയ ചട്ടി അല്ല അന്നത്തെ പഴയ ചട്ടി? അന്നത്തെ പുതിയ ചട്ടി ഇപ്പൊ പഴയ ചട്ടി. ഉണ്ട പിടിച്ച് വെച്ച് പത്തല് അല്ലേ? ചിക്കൻ ഇപ്പൊ അങ്ങനെയുള്ള പരിപാടികളാണ്. ദുഗു നല്ല തകർക്കണ്ട് മോളിന്ന്. മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല എല്ലായിടത്തും ഇടുന്നുണ്ട്. ഓരോന്നോരോന്നങ്ങനെ കണക്കായിട്ട് ഇടുന്നുണ്ട്. അറിയില്ല, ഇറങ്ങി വരുമ്പോ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് അമ്മ, ഗുഡ് മോർണിംഗ്. എന്താ ചെയ്യുന്നേ? അതാ വേഗം ചൊല്ലി പോയി പിടിക്കും. ദുഗുന്റെ മുടിയാ കാണിച്ചു കൊടുത്ത്. അല്ല ഇന്നത്തെ സ്കൂളിലെ അവസ്ഥ ആലോചിച്ചൊക്കെ. എടി എടി വാടി വാടി ഇങ്ങോട്ട് വാടി, എടി അങ്ങോട്ട് വാടി, എടി അവിടെ താടി താടി. ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കളർ ഡ്രസ്സും. നമുക്കെപ്പോഴും യൂണിഫോം. പക്ഷെ ഭയങ്കര യൂണിഫോം. അന്ന് അതുവരെ യൂണിഫോം ഇല്ലെങ്കിലും
അന്ന് യൂണിഫോം അല്ലേ ഭയങ്കരായിരിക്കും. ഇങ്ങനെ അഴിച്ചിട്ട് ഞാൻ പറഞ്ഞു കുറെ കാര്യങ്ങള്. എന്റെ ദൈവമേ. അതൊരു നൊസ്റ്റു അല്ലെ, എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റിയ ഒരു സംഭവം വന്നത്. ഭയങ്കര രസപ്പം. ഇന്നലെ അങ്ങനെ ആക്കിയപ്പോ എനിക്ക് ശരിക്കും 10ാം ക്ലാസ്സിലും +1 +2 എല്ലാം പഠിക്കുമ്പോൾ 8, 9, 10 +1 +2 അത് തൊട്ടില്ല. നമ്മളെല്ലാം 8ാം ക്ലാസ് 9ാം ക്ലാസ് തൊട്ടായിരുന്നു. പക്ഷെ ഇവരെല്ലാം ഇപ്പോഴേ തുടങ്ങി. 7ാം ക്ലാസ് തൊട്ട് പഠിക്കും. ഞാനൊക്കെ 7ാം ക്ലാസ്സിൽ മറ്റേ കരിവേണ്ട ജീവിത ഒരു വർഷം തോക്കുകയും ചെയ്ത് പണ്ടായിറങ്ങാൻ ഇപ്പൊ തോറ്റതിന് ആരും അറിയാനുണ്ടാവില്ല. തോറ്റുപോയി. എന്ത് കഷ്ടമാണ്. ശരിയാ, പക്ഷെ ആ തോൽവി നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. അതാണ്. അപ്പൊ നീ ഇതാക്ക മകളെ. കാണിക്കാനായിട്ടില്ല പോലും. ഇവിടെ ഒരാൾ എന്റെ മോനെ ഒരുങ്ങി വരുന്നുണ്ട്. ഒറ്റക്ക് ഇട്ട് വന്നാണ്. ഷർട്ട് ഇട്ടപ്പോ മറിഞ്ഞു പോയി. ഇന്ദ്രപ്പൻ ജീൻസ് ഒക്കെ ഓണപ്പരിപാടിയായിട്ട് ജീൻസ് ഇട്ടാ പോന്നെ. മുണ്ടെടുക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോ മുണ്ടെങ്ങാനും ഒഴിഞ്ഞു പോയാൽ പണിയായില്ലേ. നാണക്കേടാവും എന്റെ മോനാകെ. അതുകൊണ്ട് ജീൻസ് ഇട്ട് പോവാന്ന് വിചാരിച്ചു അല്ലേ? അതെ. അതെന്താ ഓണപ്പരിപാടി ഇല്ല നിങ്ങക്ക്? അപ്പൊ പൂക്കളൊക്കെ ഇടുന്നില്ല നിങ്ങള്? പിന്നെ ഇടൂലേ? എന്താ നിങ്ങളോ പൂക്കളെല്ലാം ഇടണ അടിപൊളിയായിട്ട്. എനിക്കെന്താ പച്ചവള ദുഗൂർ അങ്ങനെ ഒരു പച്ച പുൽച്ചാടി ആക്കാൻ പോവാണ് ഗൈസ്. പച്ച പുൽച്ചാടി, ചുമല പുൽച്ചാടി. അങ്ങനെ ഇടുന്നവരില്ലേ? അതിനെന്താ കുഴപ്പം? അതിന്റെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം, അല്ലെ പിന്നെ അതാവും. നിന്റെ ഇഷ്ടത്തിനല്ല. ഇവിടെ ഷർട്ട് ഞങ്ങൾ മാറ്റി ഇതിടാൻ വേണ്ടി പോണ് ഗൈസ്. ഇട്. എന്താ പറഞ്ഞ നീ? എന്ത് ചെറിയ പാത്രമായിട്ട് നിറഞ്ഞു പോകുന്നു. ഓ, ഞാൻ വിചാരിച്ച് ഇത് വേറെന്തോ സംഭവിച്ചു പോയിരുന്നു. ഒരു കാര്യം നിറഞ്ഞു മൊത്തം പോണക്കുമ്പോൾ എനിക്കുള്ള എടുത്ത് മാറ്റി വെക്ക്. വെച്ചിട്ടില്ല. തേങ്ങാപ്പാല് കൂടി ഒഴിക്കണ്ടേ? അപ്പൊ ഒഴിക്കാൻ പറ്റുമോ? അപ്പൊ നിന്റെ സ്ഥിരം പരിപാടി ചെയ്തോ. ഇത് മാറ്റി വേറെയിലേക്ക് ഇട്ടോ. ആ ഷൂവും കൂടി ഇട്. ഷൂ ഇന്ദ്രപ്പൻ ഷർട്ടൊക്കെ മാറ്റിയപ്പോ അടിപൊളിയായി. അതാ രസം. നല്ല ക്യൂട്ട് പാത്രത്തില് ചിക്കൻ കറി ആക്കുന്ന എടുക്കാൻ വിചാരിച്ചാണല്ലേ? നീ ഒരു കാര്യം ചെയ്യ്. ഏതൊരു തകലയിലൊക്കെ തട്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാലും ചിക്കൻ അത്യാവശ്യം പറ്റിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വെറുതെ. എനിക്ക് തേങ്ങാപ്പാൽ വെച്ച് ടേസ്റ്റ് നോക്കാൻ മതി. എനിക്കിപ്പോ ടേസ്റ്റ് നോക്കുന്ന ഇഷ്ടമല്ല. അത് നീ നോക്കിയാ എന്താണ് അങ്ങനെ പറ. എനിക്ക് എന്താന്നറിയില്ല, അങ്ങനെ കറി ടേസ്റ്റ് നോക്കണം വലിയ ഇഷ്ടമല്ല. സീരിയസ്ലി വലിയ താല്പര്യമില്ല. ഇന്ദ്ര എന്താ പറഞ്ഞേ? മുടി നോക്ക്. അതെയാ? എന്തായി? നീ കിളിക്കൂടെ ഒപ്പിക്കാൻ തുടങ്ങിയിട്ട് കൊറേ നേരം ആയല്ലോ. വല്ല നടക്കുവോ? എവിടെ കാണട്ടെ. ഇതാണ് മറ്റേ മുടി ഡബിളാക്കുന്ന പരിപാടിയാണ് നിക്കിന്റെ. പണ്ടേ ഞാൻ കാണുന്നതാ. ഞാൻ നിക്കിനെ കാണുന്ന സമയം തൊട്ട് നിക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ മുടി ഇതുപോലെ ആക്കിയിട്ട് തലേദിവസം ആക്കി വെക്കും ഇരുന്ന്. ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോഴും എന്തെങ്കിലും ഇപ്പൊ പിന്നെ ഈ സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷം കുറവാ അല്ല, എനിക്ക് അങ്ങനെ ആക്കലില്ല. മുമ്പ് എനിക്ക് മറ്റേ ഇത് ചെയ്യണേക്ക് മുമ്പ് ഇത് തന്നെ. എവിടെയെങ്കിലും കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ തലേദിവസം രാത്രി ഇരുന്ന് ഇതാണ് പരിപാടി. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ മുടി ഇങ്ങനെ പറപ്പിച്ചിടും. ഇങ്ങനെ പറപ്പിച്ചിട്ടാണ് ഗൈസ് എന്നെ പറ്റിച്ചത്. ഞാൻ വിചാരിച്ചു കുറേ മുടിയൊക്കെ ഉണ്ട്. പറ്റിച്ചതാണ് ഗൈസ്, പറ്റിച്ചതാ. ഇവിടെ വോളിയമൈസ് ചെയ്തതാ മുടി. ഇങ്ങനെ ആക്കിയിട്ട് വോളിയമൈസ് ചെയ്ത് ഇതിപ്പോ അവള് ദുഗുനെ കൂടി പഠിപ്പിക്കുകയാണ് വോളിയമൈസ് ചെയ്യാൻ. അങ്ങനെയൊക്കെ കുറച്ച് ഇതെല്ലാം വേണം ഭംഗിയായിട്ട് പോണെങ്കിൽ. അതല്ല പ്രശ്നം. ദുഗുന്റെ മുടി ഇന്നലെ വെളിച്ചെണ്ണ ഇട്ടതോണ്ടില്ലേ, അല്ലെങ്കിൽ ഇതിലും പൊന്തിയുന്നേനെ. നല്ല സൂപ്പറായി ഇതല്ലേ. നല്ല മുടി വന്നിക്കുന്നുണ്ട്. മുല്ലപ്പൂ വേണായിരുന്നു. മുല്ലപ്പൂ മണമേഴും ചഞ്ച. ഇനിയിപ്പോ ദുഗുന്റെ ഫേസ് നമ്മൾ കണ്ടിട്ടില്ല, കാണിക്കാൻ വേണ്ടി പോയിണ്. ഫേസ് റിവീൽ ചെയ്യാൻ പോണ. ഇല്ല, ഫേസ് റിവീൽ ചെയ്യാൻ പോകുന്ന അത്ര ദുഗുന്റെ ഫേസ് റിവീൽ. ഗൈസ് കാണട്ടെ എന്നാലും നോക്കട്ടെ ഗൈസ്. അങ്ങനെ അച്ഛാ ദുഗുമോളുടെ ഫേസ് റിവീൽ ചെയ്യാൻ വേണ്ടി പോകുന്നു. നേരെ
ഷോ എല്ലാം അങ്ങനെ ഇല്ല ദുഗുഷ് നല്ല മാലയൊക്കെ ഇട്ടു എല്ലാം എന്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ജിമിക്ക് 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 പൊണ്ണ് കമ്മലിട്ടില്ലേ ആ ഫാനിന്റെ അടുത്ത് വേർത്താ പിന്നെ പോയി മേക്കപ്പ് എന്തോ ആയത് ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ ദുഗുഷിന്റെ ഇന്നത്തെ സ്കൂൾ ലുക്ക് അല്ല ഓണം ലുക്ക് അല്ലേ? സ്കൂൾ ലുക്ക് അല്ലല്ലേ, ഓണം ലുക്ക് അല്ലേ? അപ്പൊ പെങ്കൊച്ചിനെ എല്ലാവർക്കും ഇഷ്ടായോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? പൊളിക്കണം കേട്ടാ. ഇനി ഒരു ഫൈനൽ ലുക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. മുടിയെല്ലാം കെട്ടി അയ്യോ എന്റെ അമ്മേ. അതെ, അങ്ങനെ ചെക്കന്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടേക്കാ നിന്നേക്കാ. ഓ ലുക്ക് ലുക്ക് വാവ്, കണ്ട ഒരു മേക്കപ്പും ഇല്ല. അതാണ് നമ്മ ആമ്പിള്ളേരുടെ വൃത്തിയാണ്. കണ്ട ഒരു പാന്റ് ഒരു ഷർട്ട് ഒരു ബാഗ് ഒരു ഷൂ ഇട്ടപ്പോ ചെക്കൻ അങ്ങടെ ലുക്കനായി. അതാണ് ആമ്പിള്ളേരുടെ വൃത്തി. അതിലെന്തൊരു നമുക്ക് ലിപ്സ്റ്റിക് വേണ്ട, കൺമഷി വേണ്ട, പൊട്ട് വേണ്ട, ഒന്നും വേണ്ട. നമ്മള് ഈ ലുക്കിൽ പോകും. അതെ അതെ. അപ്പൊ എന്തായാലും ഹാപ്പി ഓണം. എല്ലാരോടും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം പറയും. സ്കൂളിൽ പോയിട്ട് അടിച്ചു പൊളിക്ക്. പെമ്പിള്ളേരെയൊക്കെ മൈൻഡ് ആക്കണം കേട്ടോ. ഓക്കെ ചാറ്റമത്തെ മന്ദാച്ചിക്ക് ബൈ ബൈ. എന്തിനു പോയി അങ്ങനെ ഇന്ദ്രു ബാ എഴുന്നേക്ക്. അങ്ങനെ ഞാനും എൻ്റെ ഇന്ദ്രൂട്ടനും കൂടി ഇതാ സ്കൂൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോവേന്ന് കേട്ടാ. അല്ലേ ഇന്ദ്രു? ബാഗ് അമ്മ ഓടിക്കണോ? കിട്ടോളൂ. വേണ്ട വേണ്ട ഇനി ഊരണ്ടല്ല അല്ലെങ്കിൽ കൊണ്ടമ്മ ഓടിക്കാം. വണ്ടി വന്നാന്നറിയില്ല. വണ്ടി വന്നതെന്നും പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അങ്ങോട്ടേക്ക് പോട്ടെ. അപ്പം ഇന്ദ്രു എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം പറഞ്ഞേക്ക്. അതെ, പിന്നെ സ്കൂളിൽ പോയി. സ്കൂളത്തെ പരിപാടി അവിടെ കുറേ പരിപാടികളെല്ലാം ഉണ്ട്. ഞാൻ പോകണം എന്ന് വിചാരിച്ചതായിരുന്നു ഞങ്ങൾ. അപ്പോഴേക്ക് ഞങ്ങൾക്ക് വേറെ പോകാനുണ്ട്. അതുകൊണ്ട് സ്കൂളിൽ പോകാൻ വേണ്ടി കഴിയില്ല. എന്നാലും പരിപാടിയെല്ലാം അടിപൊളിയാവട്ടെ, കുട്ടികൾ ഹാപ്പി ആവട്ടെ. ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം നടത്തുമ്പോൾ കുട്ടികളാണല്ലോ ഹാപ്പി ആവുന്നത്. അപ്പോൾ വേമ്പാ ഇന്ദ്രു. ഇതാ പിള്ളേരെ അങ്ങനെ ബസ്സിൽ ആക്കി ഇതാ ഞാൻ പോവേന്ന് കേട്ടോ. അപ്പോൾ ദുർഗനെയും ഇന്ദ്രൂട്ടനെയും കാണാൻ വേണ്ടിയിട്ട് അമ്മ വന്നതാണ് കേട്ടോ. എപ്പോഴും അച്ഛനാ വരുത്ത്. ഇന്ന് അമ്മ വന്ന്. കാരണം യൂണിഫോമിലല്ലേ പോക്ക്. അപ്പൊ ഇന്ന് കളർ ഡ്രസ്സിൽ പോകുന്നപ്പോ അപ്പൊ അങ്ങനെ അമ്മ അങ്ങോട്ടും പോയിക്കോ, ഞാനെന്നാ വീട്ടിലും പോട്ടെ. ചായക്കടിയെല്ലാം പകുതിക്കാക്കിയിട്ടാ ഉള്ളത്. അപ്പൊ ഓക്കെ ചാച്ച. അച്ഛനില്ലേ വീട്ടില്? ആ എന്നാ ഓക്കെ. എന്തുവാ ഓണായിട്ട് ഇങ്ങനെ നടക്കുന്നത്? എന്തുവാ ഇങ്ങനെ നടക്കുന്നത്? എന്ത് മാമ കാണാൻ പറ്റും? ഓണം ഉണ്ണണോ? കാണില്ല. പക്ഷേ കാണാൻ പറ്റുമോ ഓണം ഉണ്ണണമെന്ന്? ഇനി എന്തായാലും വീട്ടിലേക്ക് പോട്ടെ. ഒപ്പം അവിടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടോന്നൊന്നും അറിയില്ല. ഇന്നിനി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി ചിക്കൻ കറിയും നൈസ് പത്തിരിയും കൂട്ടി ചായ കുടിക്കണം. അതും കൂടി കാണിച്ചിട്ട് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. ദുഗുഷിയുടെ ഫൈനൽ പോവാൻ വേണ്ടി പോകുന്ന ലുക്ക് അല്ലേ? കമ്മലൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും നിങ്ങള് കണ്ടിട്ട് അഭിപ്രായം പറയും ദുഗു എങ്ങനെയുണ്ട് എന്നല്ലേ. അച്ഛന് ഫോട്ടോ എടുക്കാൻ വിചാരിച്ച് വിളിച്ചതാണ്. എല്ലാവർക്കും ടാറ്റോ എടുത്ത്. അങ്ങനെയാണ് എന്റെ മോഡൽ. ഇത്തിരി വയറൊക്കെ കാണണം. ടാറ്റാ. ഒരു മന്താച്ചക്ക് വേണ്ട ലിപ്സ്റ്റിക് ആവും. പോയിക്കോ പോയിക്കോ. വേണ്ട പോയിക്കോ. ചെല് ടാറ്റ ബൈ ബൈ. അങ്ങനെ പിള്ളേഴ്സൊക്കെ പോയി. ഇനി നമ്മൾ ചായ കുടിക്കട്ടെ. ചിക്കൻ കറി പിന്നെ പത്തലി അല്ല പത്തിരി. ഇത് പത്തിരിയാണ്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം മറ്റേ വെളിച്ചെണ്ണയിൽ മരിച്ചിരിക്കുന്ന പത്തലാണ്. വെളിച്ചെണ്ണയിൽ മരിച്ചിരിക്കുമ്പോൾ പത്തല എന്ന് പറയും, ഇതിനെ പത്തിരി എന്ന് പറയും. പത്തിരി ഇതിലൊന്നും ചേർക്കൂല. ഉപ്പും ചതച്ച വെള്ളത്തില് കുഴപ്പം. മറ്റേത് തേങ്ങയും അല്ല വെളിച്ചെണ്ണ. അതെനിക്ക് വെളിച്ചെണ്ണ. അതെ, പക്ഷെ എനിക്ക് അതാ കൂടുതൽ ഇഷ്ടം എന്ന് അറിയാം. അപ്പൊ എന്തായാലും നമ്മൾ കഴിക്കട്ടെ. ടേസ്റ്റ് ഉണ്ടാടി. നല്ല ടേസ്റ്റ് ഉണ്ട്.
എന്നാ പിന്നെ കഴിക്കട്ടെ ഗൈസ് നമ്മള്. ഓക്കെ, രാവിലെ ചായ കുടിക്കുന്ന വീഡിയോ വരെയല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ കാണുമ്പം ചായ കുടിച്ച് കഴിഞ്ഞ പാടന്നെയാണ്. എല്ലാ സമയം ഇപ്പൊ 2:10 കഴിഞ്ഞു. ഉച്ചക്കത്തെ ചോറ് തീറ്റയും കഴിഞ്ഞു കേട്ടാ. ചോറ് കഴിക്കലും കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോവേന്ന്. ഇന്ന് പ്രത്യേകിച്ച് വേറെ ആരുമില്ല, ഞങ്ങൾ രണ്ടാളും തന്നെ അപ്പുറം ഇപ്പുറം മാറിയെടുക്കും. പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ്, പാപ്പനശ്ശേരിയിലാണ് നമ്മുടെ സിൻസിയർ ഫർണിച്ചറിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി. അതും കൂടി കാണിച്ചിട്ട് അതിന്റെ പിടിക്കാൻ അത് കാണിക്കണം. സിൻസിയർ ഫർണിച്ചറിലെ കുറെ ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. ആർക്കെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഉപകാരപ്പെട്ടാലോ ജസ്റ്റ് ഒരു ഭാഗം അതുകൊണ്ട് കാണിച്ചിട്ട് എന്നാ അവിടെ നിന്ന് വീഡിയോ അതിന്റെ പഠിക്കട്ടെ. ഞങ്ങളങ്ങനെ ഇവിടുത്തെ ഒരു വീഡിയോ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് വന്നത് അല്ല എനിക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ സിൻസിയർ ഫർണിച്ചർ. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ കാര്യം വേറെ ഒന്നുമല്ല, നമ്മുടെ കണ്ണൂരിലുള്ളവരാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫർണിച്ചർ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വാങ്ങാൻ തീരുമാനിക്കണമെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും പോകണ്ട. കാരണം ഇവിടെ നിന്ന് കിട്ടണ അത്രയും വില കുറവിൽ വേറെ എവിടെയും കിട്ടില്ല. ഇതൊരു പരസ്യമായിട്ട് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഞാൻ അങ്ങനെ ഒരു പ്രൊമോഷനായിട്ട് ഒന്നും പറഞ്ഞതല്ല. പ്രൊമോഷൻ ഞങ്ങൾ എടുക്കാൻ വേണ്ടി വന്നത് ഇൻസ്റ്റയിലേക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് യൂട്യൂബിൽ ഞാൻ കാണിച്ചത് നമ്മുടെ വീഡിയോ ആണെന്ന് ആരെങ്കിലുമൊക്കെ ഫർണിച്ചർ വാങ്ങണമെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതുണ്ട്, ഇത് ഇപ്പോൾ പാപ്പിനിശ്ശേരിയിലുള്ളത്. നമ്മൾ കണ്ണൂർ ജില്ലയിൽ പാപ്പിനിശ്ശേരി ഹാപ്പിനെസ് പാർക്ക് കണ്ടോ, ഇതിൻ്റെ നേരെ ഇപ്പുറം വരുന്ന ഷോറൂം ഇത് ഇവിടുത്തെ പാപ്പിനിശ്ശേരിയിലെ ഷോറൂം. ഇത് കൂടാതെ ഇവർക്ക് കണ്ണവരത്ത് ഷോറൂമുണ്ട്, പിന്നെ മാട്ടൂർ ഷോറൂമുണ്ട്. അപ്പോൾ അങ്ങനെ ഫർണിച്ചർ ഇവിടെ ഇത്രയും വില കുറവിൽ കിട്ടും. കാരണം എന്താണെന്നറിയാമോ, ഇവർ സ്വന്തം ഫാക്ടറിയിലാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളിപ്പോൾ ഫാക്ടറി പോയിട്ടുണ്ടായി, ഫാക്ടറി കാണാൻ വേണ്ടിയിട്ട്. ആ വീഡിയോ കൂടി ഞാനിവിടെ കൊടുക്കാം. ഇതുണ്ടോ നിങ്ങൾ, 3 സീറ്റർ സോഫ സെറ്റാണ്, 6,900 കിട്ടും. അതുപോലെ ഇത് നോക്കിയാട്ടെ, നല്ലൊരു ഷൂറാക്ക. ഇത് നമുക്ക് ഇരിക്കുകയും ചെയ്യാം, ഷൂ ഒക്കെ വെക്കുകയും ചെയ്യുന്നതിനകത്ത് 3 അറകളിലായിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ ബെഡ്റൂം സെറ്റൊക്കെ അടിപൊളി സംഭവങ്ങളുണ്ട് കേട്ടോ. നോക്കിയാട്ടെ, ബെഡ്റൂം സെറ്റൊക്കെ ഇപ്പോൾ വീട്ടിൽ കൂടുതലൊക്കെ നടത്തുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ 43,900 നല്ല ഡ്രസ്സിങ് ടേബിളും ഷെൽഫ് ഇതൊക്കെ ഉള്ള അടിപൊളി ബെഡ്റൂം സെറ്റ്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്, എല്ലാം നല്ല വില കുറവാണ്. പിന്നെ പൈസ കുറവിൻ്റെ ബെഡ്റൂം സെറ്റ് നോക്കുകയാണെങ്കിൽ അതുണ്ട് കേട്ടോ. അതായത് 20 ഉറുപ്പ്യക്കെല്ലാം കിട്ടും. 21 ഉറുപ്പ്യക്കായിട്ടാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് കൊടുക്കുന്നത്. ഇതാണ്ട് അതാ ഈ കാണുന്ന നല്ല അടിപൊളി കട്ടിൽ, ഷെൽഫ്, പിന്നെ ഡ്രസ്സിങ് ടേബിള്, മുകളിലിരിക്കുന്ന സൈഡ് ടേബിള്. ഇത് കണ്ട, ഇതിന് 28,900 നല്ല കളറിലുള്ള. അപ്പോൾ അങ്ങനെ കുറേ. പിന്നെ സോഫയൊക്കെ 15,000 ഉറുപ്പ്യക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഫർണിച്ചർ വാങ്ങുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നേരെ സിൻസിയർ ഫർണിച്ചറിൽ വന്നിട്ട് എടുക്കുക, വാങ്ങുക, വില ചോദിച്ചിട്ട് വാങ്ങുക അല്ലേ. അപ്പോൾ നമ്മളെന്തായാലും ഷൂട്ട് കഴിഞ്ഞു ഇവിടുത്തെ. ഇനിയിപ്പോൾ ഒരു ചായ കുടിക്കണം. ചായ കുടിച്ചുകൊണ്ട് നമുക്ക് ഈ വ്ളോഗും വൈകിട്ട് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് അല്ലേ. അത് കഴിഞ്ഞിട്ട് ഇവിടെ അങ്ങനെ എന്തായത് ചട്ടിപ്പോള, നല്ല അടിപൊളി ചട്ടിപ്പോളയൊക്കെ ഉണ്ട്. സുനിയേട്ടനെ ഞങ്ങളെ കൂടി ഇവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട് ചായക്കടയിൽ, ഇവിടെ പാപ്പിനിശ്ശേരി. സുനിയേട്ടൻ്റെ കട അവിടെ കണ്ട, ആ ഹാപ്പിനെസ് പാർക്ക്. ഒരുപാട് കടികളുണ്ടല്ലോ, ഇഷ്ടംപോലെ കടികളുണ്ട്. മുട്ട ഇതാക്കിയത്, കല്ലുമ്മക്കായി, ചട്ടിപ്പോള, കായ്പോള, പിന്നെ മറ്റേ പെണ്ണ്, ഇറച്ചിയട, അങ്ങനെ എല്ലാ സംഭവം ഉണ്ട്. അപ്പോൾ എന്തായാലും ചായ കുടിക്കട്ടെ. അപ്പോൾ നമ്മളെന്തായാലും ചായ എല്ലാം കുടിച്ച് വന്നു. ഇനി നമുക്ക് നമ്മുടെ റൂമിലേക്ക് ഒരു ചെയർ അന്ന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് സുനിയേട്ടനോട്. നമ്മുടെ റൂമിലേക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മളെടുത്തത് സിൻസിയർ ഫർണിച്ചറാണ്. റൂമിലേക്കല്ല, വീട്ടിലേക്ക്. നമ്മുടെ വീട്ടിൽ മൊത്തത്തിലുള്ള എല്ലാ ഫർണിച്ചറും നമ്മളെടുത്തത് സിൻസിയർ ഫർണിച്ചറിനാണ്. അതെ, കസ്റ്റം സൈസിലൊക്കെ ചെയ്തു തരും. അപ്പോൾ ഒരു ചെയറും കൂടി നമുക്ക് നോക്കാനുണ്ട്, അതുകൊണ്ട് നോക്കാൻ എനിക്കിപ്പോൾ ഈ ഒരു ചെയർ ചെറുത് മതി, നമുക്ക് ചെറിയ സൈസ് മതി എന്ന് പറഞ്ഞുകൊണ്ട് സുനിയേട്ടൻ വലിയ സൈസിലൊക്കെ കാണിച്ചു തന്നെ. പക്ഷേ ചെറുത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ സൈസിൽ എടുത്തിട്ടുണ്ട്. ഇത് എടുക്കാമെന്ന് വിചാരിക്കുന്നു അല്ല എനിക്ക്. അപ്പോൾ ഇത് എടുക്കുന്നു. അപ്പോൾ പിന്നെന്താ, പിന്നെ ബെഡുകളൊക്കെ ഇവിടെ എല്ലാത്തിനും പകുതി വിലയുള്ളൂ. സ്പ്രിംഗ് മാട്രസിന് എല്ലാത്തിനും പകുതി വിലയുള്ളൂ. അതായത് ഒരു ബെഡ് എടുത്താൽ നിങ്ങൾക്ക് ഒരു ബെഡ് ഫ്രീ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഇപ്പോൾ ഓണായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതും കൂടി ഒന്ന് നിങ്ങളങ്ങോട്ട് പരിചയപ്പെടുത്തിയതാണ് അല്ലേ. അപ്പോൾ പിന്നെ വേറെ എന്താ, ഇന്നിപ്പോൾ അങ്ങനെ ഒരു ഓണം ദുർഗമോളും ഇന്ത്യയിലെല്ലാം പോകുന്നതൊക്കെ ആയിട്ട് തുടങ്ങിയൊരു വ്ളോഗായിരുന്നു. അത് നമ്മളിത് ഇവിടെ സിൻസിയർ ഫർണിച്ചറിൽ എത്തി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ വ്ളോഗ് ഇവിടെ നിന്ന് വൈകിട്ട് പിടിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.